So today we will be discussing differential equations as mathematical models. One of the most difficult problems that a scientist deals with in his everyday research is how do I translate a physical phenomenon into a set of equations which describes it. അല്ലേ, നമുക്കൊരു ഫിസിക്കൽ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതിനെ മാത്തമെറ്റിക്കൽ ഇക്വേഷൻസിലോട്ട് മാറ്റിയിട്ടാണ് നമ്മൾ മാത്തമെറ്റിക്കൽ മോഡലിംഗ് ചെയ്യാറ്. നമ്മൾ +2 പഠിച്ചിട്ടില്ലേ? സോ അതാണ് ഇവിടെ പറയുന്നത്. ഇറ്റ് ഈസ് യൂഷ്വലി ഇമ്പോസിബിൾ ടു ഡിസ്ക്രൈബ് എ ഫിനോമിനൻ ടോട്ടലി. സോ വൺ യൂഷ്വലി സ്ട്രൈവ്സ് ഫോർ എ സെറ്റ് ഓഫ് ഇക്വേഷൻസ് വിച്ച് ഡിസ്ക്രൈബ്സ് ദി ഫിസിക്കൽ സിസ്റ്റം അപ്രോക്സിമേറ്റ്ലി ആൻഡ് ആഡിക്വേറ്റ്ലി. അപ്പോൾ ഒരു സിസ്റ്റത്തിന് നമ്മൾ ഒരു ഏകദേശം ഉള്ള ഒരു സെറ്റ് ഓഫ് ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ടാണ് മാത്തമെറ്റിക്കൽ മോഡലിംഗ് ചെയ്യാൻ പറ്റുള്ളൂ. എക്സാക്റ്റ് റിസൾട്ട് കിട്ടണമെന്നില്ല, പക്ഷെ നമുക്കൊരു അപ്രോക്സിമേറ്റ് വാല്യൂ കിട്ടാനും പറ്റും. Many of the principles or laws underlying the behavior of the natural world are statements or relations involving rates at which things happen. അപ്പോൾ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ടൈം അല്ലേ എല്ലാതും കൺസിഡർ ചെയ്യുക. റേറ്റ് ആണ് നമ്മൾ നോക്കുക. അപ്പോൾ ചേഞ്ച് ഓഫ് റേറ്റ് ഓഫ് സ്പീഡ്, ചേഞ്ച് ഓഫ് റേറ്റ് ഓഫ് വെലോസിറ്റി, അങ്ങനെയല്ലേ. റേറ്റ് എന്ന് പറയുമ്പോൾ എന്താ, വിത്ത് റെസ്പെക്ട് ടു ടൈം അതിൽ വരുന്ന മാറ്റം. അപ്പോൾ d/dt അല്ലേ നമ്മളവിടെ കൺസിഡർ ചെയ്യുക. അപ്പോൾ നമുക്ക് അവിടെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. When expressed in mathematical terms, the relations are equations, the rates are derivatives, and the equations containing derivatives are differential equations. അപ്പോൾ നമുക്ക് മാത്തമെറ്റിക്കൽ ടേംസിൽ പറയുമ്പോൾ റിലേഷൻസ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ഇക്വേഷൻസിനെയാണ്. റേറ്റ്സ് എന്ന് പറയുമ്പം വിത്ത് റെസ്പെക്ട് ടു ടൈം d/dt. അപ്പോൾ അവിടെ ഡെറിവേറ്റീവ്സ് വന്നു. അപ്പോൾ ഇക്വേഷൻസ് കണ്ടെയ്നിങ് ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. Modeling is the process of writing a differential equation to describe a physical situation. അല്ലേ, മോഡലിംഗ്, മാത്തമെറ്റിക്കൽ മോഡലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ഫിസിക്കൽ സിറ്റുവേഷൻ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് യൂസ് ചെയ്യുന്നതിനെയാണ് മാത്തമെറ്റിക്കൽ മോഡലിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. Construction of a mathematical model of a system starts with identification of the variables that are responsible for changing the system. അപ്പോൾ ഒരു സിസ്റ്റത്തിന് നമ്മൾ മാത്തമെറ്റിക്കൽ മോഡലിംഗ് ചെയ്യുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കണം, അവിടുത്തെ വേരിയബിൾസ് എന്താണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഉണ്ടാവുക. We may choose not to incorporate all these variables into the model at first. In this first step, we are specifying the level of resolution of the model. Next, we make a set of reasonable assumptions or hypotheses about the system we are trying to describe. അപ്പോൾ അടുത്തത് ഇനി എന്താണ്, നമ്മൾ ഒരു റീസണബിൾ അസംഷൻസ് അല്ലെങ്കിൽ ഹൈപ്പോത്തസിസ് ഉണ്ടാക്കും. നമ്മുടെ സിസ്റ്റം ഡിസ്ക്രൈബ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു റീസണബിൾ അസംഷൻസ് ആണ് നെക്സ്റ്റ് നമുക്ക് വേണ്ടത്. ആൻഡ് ദീസ് അസംഷൻസ് വിൽ ഓൾസോ ഇൻക്ലൂഡ് എനി എംപറിക്കൽ ലോ ദാറ്റ് മേ ബി അപ്ലിക്കബിൾ ടു ദി സിസ്റ്റം സിൻസ് ദി അസംഷൻസ് മെയ്ഡ് അബൌട്ട് എ സിസ്റ്റം frequently involve a rate of change or one or more of the variables. The mathematical depiction of all these assumptions may be one or more equations involving derivatives. അപ്പോൾ ഈ അസംഷൻസിലൊക്കെ എല്ലാം എന്താ ഉണ്ടായിരിക്കുക, റേറ്റ് ഓഫ് ചേഞ്ച് ആണ് ഉണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് മോർ ദാൻ വൺ ഡിഫറൻഷ്യൽ ഇക്വേഷനും ആവശ്യം വരുന്ന കേസുകൾ വരാം. In other words, the mathematical model may be a differential equation or a system of differential equations. അല്ലേ, ഒന്നില്ലെങ്കിൽ അതൊരൊറ്റ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ അതൊരു സിസ്റ്റം ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആയിരിക്കും. This section is not intended to completely teach you how to go about modeling all physical situations. A whole course could be devoted to the subject of modeling and still not covering everything. This section is designed to introduce you to the process of modeling and show you what is involved in modeling. The following examples will serve the purpose. അപ്പോൾ നമുക്ക് ഈ മോഡലിങ്ങിനെ കുറിച്ച് വളരെ കുറേ പഠിച്ചാലും തീരാത്ത അത്രയും ഉള്ളൊരു ടോപ്പിക്കാണ് മാത്തമെറ്റിക്കൽ മോഡലിംഗ്. പക്ഷെ നമുക്ക് ഈ സെക്ഷനിൽ നമുക്ക് ഒരു ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഓഫ് മോഡലിംഗ് ആണ് ആൻഡ് ഹൗ ഇറ്റ് ഇസ് യൂസ്ഡ് ഇൻ സർട്ടൻ എക്സാമ്പിൾസ്. നമ്മൾ എക്സാമ്പിൾസ് യൂസ് ചെയ്തിട്ട് മാത്തമാറ്റിക്കൽ മോഡലിംഗ് എന്താണെന്ന് നോക്കും.
ഫസ്റ്റ് നമുക്ക് പോപ്പുലേഷൻ ഡൈനാമിക്സ് ആണ് പഠിക്കാനുള്ളത്. One of the earliest attempts to model human population growth by means of mathematics was by the English economist Thomas Malthus in 1798. അപ്പം നമ്മൾ ഹ്യൂമൻ പോപ്പുലേഷൻ ഗ്രോത്ത് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് ബേസിക്കലി ദി ഐഡിയ ഓഫ് Malthusian model is the assumption that rate at which a population of a country grows at a certain time is proportional to the total population of the country at that time എന്നാണ് പറയുന്നത്. അപ്പോൾ പോപ്പുലേഷൻ റേറ്റ് ഒരു പെർട്ടിക്കുലർ ടൈമിലുള്ള പോപ്പുലേഷൻ റേറ്റ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് ദി കൺട്രി അറ്റ് ദാറ്റ് ടൈം എന്നായിരുന്നു മാൽത്തൂസിയൻ മോഡൽ assume ചെയ്തിരുന്നത്. And in mathematical terms, if P of t denotes the total population at a time t, then this assumption can be expressed as dp by dt is directly proportional to p. അല്ലേ, നമ്മൾ ഒരു പെർട്ടിക്കുലർ ടൈമിലുള്ള പോപ്പുലേഷനാണ് പി ഓഫ് ടി എങ്കിൽ നമുക്ക് ഈ അസംഷൻ എന്താ പറയുന്നത്, ഡി പി ബൈ ഡി ടി ഇസ് പ്രൊപ്പോർഷണൽ ടു പി ഓർ ഡി പി ബൈ ഡി ടി ഈക്വൽ ടു കെ ഇൻറ്റു പി. ദിസ് കെ ഇസ് എ കോൺസ്റ്റൻറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി. കാരണം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പോപ്പുലേഷൻ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി പോപ്പുലേഷൻ അറ്റ് ദാറ്റ് ടൈം എന്നായിരുന്നു മാൽത്തൂസിയൻ മോഡലിൻ്റെ അസംഷൻ. സോ അതിനെ നമുക്ക് ഇക്വേഷനായി എഴുതുമ്പോൾ ഡി പി ബൈ ഡി ടി ഈക്വൽ ടു കെ പി എന്ന് എഴുതാൻ പറ്റും. വേർ കെ നമ്മുടെ കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺസ്റ്റൻറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റിയാണ്. This simple model, which fails to take into account many factors, immigration and emigration, for example, that can influence human populations to either grow or decline, nevertheless turned out to be fairly accurate in predicting the population of the United States during the years 1790 to 1860. Populations that grow at a rate described by one are rare, nevertheless is still used to model growth of small populations over short intervals of time. For example, bacteria growing in a petri dish. അപ്പോൾ നമ്മൾ പോപ്പുലേഷൻ റേറ്റ് ഓഫ് പോപ്പുലേഷൻ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് യൂസ് ചെയ്തത് എന്നുള്ളത് നമുക്ക് അവിടെ നിന്ന് മനസ്സിലായി. നെക്സ്റ്റ് നമുക്ക് റേഡിയോ ആക്റ്റീവ് ഡീകേ, അവിടെ നമുക്ക് എങ്ങനെയാണ് യൂസ്ഫുൾ ആവുന്നത് നോക്കാം. ന്യൂക്ലിയസ് ഓഫ് എൻ ആറ്റം കൺസിസ്റ്റ് ഓഫ് കോമ്പിനേഷൻസ് ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. അല്ലേ, ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ പ്രോട്ടോൺസും ഉണ്ട് ന്യൂട്രോൺസും ഉണ്ട്. Many of these combinations of protons and neutrons are unstable, that is, the atoms decay or transmute into the atoms of another substance. അപ്പം ആറ്റംസ് നമ്മൾ കെമിസ്ട്രിക്കാർക്ക് അറിയാം, ഈ അൺസ്റ്റേബിൾ ആയിരിക്കുന്ന ആറ്റംസ് അതെന്താവും, ഡീക്കേ ചെയ്തിട്ട് വേറെ സബ്സ്റ്റൻസായി മാറും, കുറച്ചുകൂടെ സ്റ്റെബിലിറ്റി ഉള്ള വേറെ സബ്സ്റ്റൻസായി മാറും. സച്ച് ന്യൂക്ലിയൈ ആർ സെറ്റ് ടു ബി റേഡിയോ ആക്റ്റീവ്. അപ്പോൾ അത്തരത്തിലുള്ള ന്യൂക്ലിയസിനെയാണ് നമ്മൾ റേഡിയോ ആക്റ്റീവ് എന്ന് പറയുന്നത്. In modeling the phenomenon of radioactive decay, it is assumed that the rate dA by dt at which the nuclei of a substance decays is proportional. അപ്പം നമുക്ക് ഈ റേഡിയോ ആക്റ്റീവ് ഡീക്കേനെ മാത്തമാറ്റിക്കൽ മോഡലിംഗ് ചെയ്യുമ്പോൾ ഡി എ ബൈ ഡി ടി എന്ന് പറയുന്ന ആ റേറ്റ് എന്താണ്, ഒരു ന്യൂക്ലിയൈ ഡീക്കേ ചെയ്യുന്ന റേറ്റാണ്. ആ റേറ്റ് എന്ന് പറയുന്നത് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി എമൗണ്ട്, more precisely the number of nuclei A of t of the substance remaining at time t. അപ്പോൾ റേറ്റ് ഓഫ് ഡീകേ എന്ന് പറഞ്ഞാൽ ഡി എ ബൈ ഡി ടി ആണ്. അത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി എമൗണ്ട് അല്ലെങ്കിൽ ടു ദി നമ്പർ ഓഫ് ന്യൂക്ലിയൈ ഓഫ് ദി സബ്സ്റ്റൻസ് റിമൈനിങ് അറ്റ് ദാറ്റ് ടൈം. അപ്പോൾ നമുക്കതിന് ഇക്വേഷനായി എഴുതുമ്പോൾ ഡി എ ബൈ ഡി ടി ഈസ് പ്രൊപ്പോർഷണൽ ടു എ എന്ന് എഴുതാം, ഓർ ഡി എ ബൈ ഡി ടി ഈക്വൽ ടു കെ എന്ന് എഴുതാം. ഈ കെ എന്താണ്, പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി കൊണ്ടുവന്ന കോൺസ്റ്റൻ്റ് ആണ്. സോ ഓഫ് കോഴ്സ് ഇക്വേഷൻസ് 1 and 2 ആർ എക്സാക്ട്ലി ദി സെയിം. അല്ലേ, നമ്മൾ പോപ്പുലേഷൻ്റെ ഇക്വേഷനിലും ഇപ്പോൾ കണ്ട റേഡിയോ ആക്റ്റീവ് ഡീക്കേയിൽ കണ്ട ഇക്വേഷനും എക്സാക്ട്ലി ദി സെയിം ആണ്. ആൻഡ് ദി ഡിഫറൻസ് ഈസ് ഓൺലി ദി ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദി സിമ്പിൾസ്. അല്ലേ, അവിടെ നമ്മൾ പി എന്ന് ഉപയോഗിച്ച് ഹ്യൂമൻ പോപ്പുലേഷൻ കാണിക്കാനാണെങ്കിൽ ഇവിടെ എ എന്ന് നമ്മൾ യൂസ് ചെയ്തത് എന്താണ്, റേഡിയോ ആക്റ്റീവ് ഡീക്കേയിൽ വരുന്ന സംഭവമാണ്, റേഡിയോ ആക്റ്റീവ് ഡീക്കേയിൽ വരുന്ന എലമെൻറ്റിൻ്റെ ക്വാണ്ടിറ്റി. അപ്പോൾ ഓൺലി നമുക്ക് ആ സിമ്പിൾസിലുള്ള വേരിയേഷൻ മാത്രമേ ഉള്ളൂ. എക്സാക്ട്ലി ഇക്വേഷൻസ് എന്താണ്, സെയിം ആണ്. ആൻഡ് ദി കോൺസ്റ്റൻസ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ചേഞ്ച് ആവും. ഫോർ ഗ്രോത്ത് വി എക്സ്പെക്ട് ഇൻ 1 k ഗ്രേറ്റർ ദാൻ 0. അല്ലേ, നമ്മൾ ഫസ്റ്റ് ഇക്വേഷനിൽ അതായത് ഹ്യൂമൻ പോപ്പുലേഷൻ ഗ്രോത്ത് പറയുന്ന സമയത്ത് നമ്മുടെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് k വിൽ ബി ഗ്രേറ്റർ ദാൻ 0. ആൻഡ് ഇൻ ദി കേസ് ഓഫ് 2 and dk, k will be less than 0.
അത് അവർ ഒരുപാട് എക്സ്പെരിമെൻറ്റ്സിന് ശേഷം കൺക്ലൂഡ് ചെയ്ത റിസൾട്ടാണ് ഈ കോൺസ്റ്റൻറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റിയുടെ നേച്ചർ. Newton's law of cooling or warming. According to Newton's empirical law of cooling or warming, the rate at which the temperature of a body changes is proportional to the difference of the temperature of the body and the surrounding medium. Rate at which temperature of a body changes, ആ റേറ്റ് എന്ന് പറയുന്നത് എന്തിനോട് പ്രൊപ്പോർഷണൽ ആണ്? ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദി ഡിഫറൻസ് ഓഫ് ദി ടെമ്പറേച്ചർ ഓഫ് ദി ബോഡി ആൻഡ് ദി സറൗണ്ടിങ് മീഡിയം. അപ്പോൾ ഇഫ് ടി ഓഫ് ടി എന്ന് പറയുന്നത് റെപ്രസെൻറ്റ്സ് ദി ടെമ്പറേച്ചർ ഓഫ് ദി ബോഡി, അപ്പോൾ ബോഡി ടെമ്പറേച്ചറിനെയാണ് ടി ഓഫ് ടി റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ടെമ്പറേച്ചർ അറ്റ് ടൈം ടി, ദാറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ടി ഓഫ് ടി, ആൻഡ് ടി എം ഈസ് ദി ടെമ്പറേച്ചർ ഓഫ് ദി സറൗണ്ടിങ് മീഡിയം. സോ ഡി ടി ബൈ ഡി ടി എന്ന് ഡി ക്യാപിറ്റൽ ടി, ഡി ബൈ ഡി ടി ഓഫ് ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റേറ്റ് അറ്റ് വിച്ച് ടെമ്പറേച്ചർ ഓഫ് ദി ബോഡി ചേഞ്ചസ് ആയിരിക്കും. അപ്പോൾ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് ഓർ വാർമിംഗ് യൂസ് ചെയ്തിട്ട് നമുക്കതിനെ മാത്തമെറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റായി എഴുതുമ്പോൾ ഡി ബൈ ഡി ടി ഓഫ് ടി ഈസ് പ്രൊപ്പോർഷണൽ ടു ടി മൈനസ് ടി എം അല്ലേ, ഡിഫറൻസ് ആണ്. ഓർ ഡി ടി ബൈ ഡി ടി ഈക്വൽ ടു കെ ഇൻറ്റു ടി മൈനസ് ടി എം എന്ന് എഴുതാം, വേർ കെ ഈസ് ദി കോൺസ്റ്റൻറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി. ആൻഡ് ഇൻ ഐദർ കേസ് കൂളിംഗ് ഓർ വാർമിംഗ്, ഇഫ് ടി എം ഈസ് എ കോൺസ്റ്റൻറ്റ്, ഇറ്റ് സ്റ്റാൻഡ്സ് ടു റീസൺ ദാറ്റ് കെ വിൽ ബി ലെസ് ദാൻ 0. ഇതേപോലെ തന്നെയാണ് നമുക്ക് സ്പ്രെഡ് ഓഫ് ഡിസീസിൻ്റെ ഒക്കെ എക്സാമ്പിൾസ് വരുന്നത്. സോ യു ക്യാൻ ജസ്റ്റ് റീഡ് ഇറ്റ്. കെമിക്കൽ റിയാക്ഷൻസ്, മിക്സ്ചേഴ്സ്, ഇങ്ങനെ നമുക്ക് പല എക്സാമ്പിൾസിലും എങ്ങനെയാണ് മാത്തമെറ്റിക്കൽ ഇക്വേഷൻസ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതൊക്കെ മിയർ എക്സാമ്പിൾസ് ആണ്, ജസ്റ്റ് നിങ്ങൾ വായിച്ച് പോവാം. ഫോളിങ് ബോഡീസ്, ഫ്രീ ഫോൾ സംഭവിക്കുന്ന ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരുപാട് ഇക്വേഷൻസ് ആണ് ഇവിടെ മെയിനായിട്ട് നമുക്ക് വരുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. അത് നിങ്ങൾ homework ആയിട്ട് റീഡ് ചെയ്യുക. ഇഫ് ദർ ഈസ് എനി ഡൗട്ട് പ്ലീസ് ഫീൽ ഫ്രീ ടു ആസ്ക് മീ. ഓക്കെ.